Dear students, നമ്മൾ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാനുള്ളത് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാണ്. സോ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഫോർ യു. A company has 3 production department and 2 service department, and for a period the departmental distribution summary has the following totals. Production departments: P1 is equal to rupees 800, P2 is equal to rupees 700, and P3 is equal to rupees 500. Total 2000. So production departmentലെ primary distribution ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Then service department S1 is equal to rupees 234 and S2 is equal to rupees 300. Total 534. So total expense, total overhead വന്നിരിക്കുന്നത് 2534 ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Then allocation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 allocated to 20% P1, 40% P2, 30% P3 and 10% S2. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1ൻ്റെ ടോട്ടൽ ഓവർഹെഡ് റീഅലോക്കേറ്റ് ചെയ്യുന്നത്, ദെൻ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് P1ന് 20%, P2ന് 40%, P3ക്ക് 30% ആൻഡ് S2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 10%. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 S2ൻ്റെ ടോട്ടൽ ഓവർഹെഡ് റീഅലോക്കേറ്റ് ചെയ്യുന്നത് P1 40%, P2 20%, P3 20% ആൻഡ് S1 20%. ഇവിടെ S1ൻ്റെ എക്സ്പെൻസ് S2ക്കും S2ൻ്റെ എക്സ്പെൻസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2ലെ എക്സ്പെൻസ് S1ലേക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന കോൺസെപ്റ്റ്, സോ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് P1 ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനായിട്ട് 800 തന്നിട്ടുണ്ട്. അത് പ്ലസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1ൻ്റെ 20% എക്സ്പെൻസ് P1ലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു, S2ൻ്റെ 40% എക്സ്പെൻസ് P1ലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളത് വെർട്ടിക്കലായിട്ട് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ വെർട്ടിക്കലായിട്ട് ചിന്തിക്കുക. P1 എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് വരുന്നത് ദെൻ 800 പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വന്നത് പ്ലസ് S1ൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1ൽ നിന്ന് 20% എക്സ്പെൻസ് S1ൻ്റെ P1ലേക്ക് വരുന്നു. ദെൻ S2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2ൽ നിന്ന് 40%. സോ ടോട്ടൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S2ലായ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 40% റീഅലോക്കേറ്റ് ചെയ്യുന്നത് P1ലേക്കാണ്. ദെൻ P2ൽ റീഅലോക്കേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2ൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 700 പ്ലസ് 40% ഓഫ് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം S1 ആൻഡ് 20% ഓഫ് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം S2. ദെൻ P3യുടെ എക്സ്പെൻസ് ടോട്ടൽ വരുന്നത് 500 പ്ലസ് 30% ഫ്രം S1 ആൻഡ് 20% ഓഫ് എക്സ്പെൻസ് ഫ്രം S2. ദെൻ ഇനി S1ൻ്റെ എക്സ്പെൻസ് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് S1ൻ്റെ എക്സ്പെൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് 234 ആണ്. 234 അവിടെ എക്സ്പെൻസ് വന്നേക്കുന്നത്. അത് പ്ലസ് 20% S2ൽ നിന്ന് വരണം. ഓക്കെ, അപ്പോൾ S2 എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നതിൻ്റെ 20% S1ലേക്ക് വരണം. സർവീസ് S1ലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ S2 ഡിപ്പാർട്ട്മെൻറ്റിലെ അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ 330 അല്ല 300 ആണ്. 300 പ്ലസ് 10% ഫ്രം S1ൽ നിന്ന് 10% വരണം. അവിടെ S2ൽ 330 അല്ല 300 ആണ്. 300 പ്ലസ് 10% ഫ്രം S2. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് നോക്കിയാൽ മതി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് P1നെ സംബന്ധിച്ച് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് 20% ഫ്രം S1 ആൻഡ് 40% ഫ്രം S2.
P2ൻ്റെ primary distribution 700 plus 40% from S1 and 20% from S2. P3യുടെ 500 plus 30% from S1 and 20% from S2. S1ൻ്റെ 234 plus 20% from S2. S2ൻ്റെ 300 plus 10% from 10% from S1. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അത് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യത്തെ P1 P2 P3 S1 S2 ദെൻ ലൊക്കേഷനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1ഉം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S2 മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ളതാണ് ഇന്നലത്തെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് എന്നുള്ള ആ ഒരു കോളം. ശരി, നമുക്ക് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. Prepare the statement showing the apportionment of two service department expense to production department by simultaneous equation method. നമ്മൾ simultaneous equation ഉപയോഗിക്കുന്നു. സോ നമ്മൾ simultaneous equation മെത്തേഡിൽ let x consider as total overhead of department S1. S1 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് നമ്മൾ എക്സ് എന്ന് കൊടുക്കും. S1 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് നമുക്കറിയാം S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 234 പ്ലസ് 20% S2 ആണ് അല്ലേ. So y is equal to total overhead of department S2. y is equal to total overhead of department S2. y നമുക്കറിയാം 300 പ്ലസ് y ഡിപ്പാർട്ട്മെൻറ്റ് S2 ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് നമുക്കറിയാം. S2ൻ്റെ എക്സ്പെൻസ് 300 പ്ലസ് ദെൻ 10% ഫ്രം S1 ആണ്. ദെൻ എക്സ് ഇസ് ഇക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1ൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത് 234 പ്ലസ് 0.2y മീൻസ് 20% ഓഫ് y. 20% എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ. 20 ഡിവൈഡ് ബൈ 100നെയാണ് നമ്മൾ 0.2y എന്നിട്ടേക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ y is equal to total overhead of department S2 ആണ്. S2ൻ്റെ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 300 പ്ലസ് 10% ഓഫ് എക്സ് ആണ്. 300 പ്ലസ് 10% ഓഫ് S1 ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് ഓഫ് S1 ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 10% ഓഫ് എക്സ്. സോ 300 പ്ലസ് 10/100 എക്സ് ആണ്. 10/100 എക്സിന് നമ്മൾ 0.1 എക്സ് എന്നിടുന്നു. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഓഫ് S1 ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഈക്വൽ ടു 234 പ്ലസ് ദെൻ y ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ S2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 20% കൂടെ ചേരുന്നതാണ്. ദെൻ y ഇസ് ഈക്വൽ ടു S2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 പ്ലസ് S1 ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ S1 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസിൻ്റെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 10% കൂടി ചേരുന്നതാണ്. സോ നമ്മൾ ഇക്വേഷനായിട്ട് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ദെൻ റീഅറേഞ്ചിങ് ആൻഡ് മൾട്ടിപ്ലൈങ് ടു എലിമിനേറ്റ് ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ 1 നമുക്ക് 10 കൊണ്ട് ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി അപ്പം നമുക്ക് 10x എക്സിൻ്റെ സ്ഥാനം 10x ഇൻറ്റു 10 ദെൻ 2y മൈനസ് 0.2y നമുക്ക് സമത്തിൻ്റെ ഇപ്പത്തുണ്ട് അപ്പം മൈനസ് 2y. ഓക്കെ, 2y 10 കൊണ്ട് മൾട്ടിപ്ലൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മൈനസ് 2y ഇസ് ഈക്വൽ ടു ദെൻ 234 ഇൻറ്റു 10 2340. സോ ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്തു 10x മൈനസ് 2y ഇസ് ഈക്വൽ ടു 2340 എന്ന് ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്കവിടെ എക്സിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ അപ്പം 0.1x ആണ്. അപ്പോൾ എക്സിന് നമ്മൾ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു എക്സ്. സോ മൈനസ് എക്സ് പ്ലസ് 10 ഇൻറ്റു y ഇൻറ്റു 10y ഇസ് ഈക്വൽ ടു ദെൻ 300 ഇൻറ്റു 10 3000. അപ്പോൾ നമുക്ക് മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഈക്വൽ ടു 3000 എന്ന ഇക്വേഷൻ കിട്ടി. സോ നമ്മൾ ആ നാലാമത്തെ ഇക്വേഷൻ നമ്മളൊന്നുകൂടെ എഴുതുന്നത് മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഈക്വൽ ടു 3000. ദെൻ മൾട്ടിപ്ലൈ ഇക്വേഷൻ 3/5 കൊണ്ട് ഇക്വേഷൻ 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10x ആണ്. 10 ഇൻറ്റു 5 50x പ്ലസ് മൈനസ് 2y ആണ്. 2y ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 10y ഇസ് ഈക്വൽ ടു നമ്മൾ 2340 ആണ്. 2340 ഇൻറ്റു 5
11,700 ഇക്വേഷൻ 5. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. വി ഗെറ്റ് 49x is equal to 14,700. Therefore x is equal to 14,700 divided by 49 is equal to 300. എക്സിൻ്റെ വാല്യൂ നമുക്ക് 300 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഓവർഹെഡ് ഇതിൻ്റെ S1 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് 300 എന്ന് കിട്ടിയിരിക്കുന്നത്. Then subtracting this values in equation 3, then we get നമ്മൾ substituting in this value in equation 3, we get 10x minus 2y is equal to 2340 എന്ന ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3000 മൈനസ് 2y is equal to 2340 is equal to 660. therefore y is equal to 660 by 2 is equal to നമുക്ക് 330 കിട്ടും. സോ അപ്പം ടോട്ടൽ ഓവർഹെഡ് ഓഫ് S1ഉം ടോട്ടൽ ഓവർഹെഡ് ഓഫ് S2 നമുക്ക് കിട്ടി. ദെൻ ഇനി അതിൻ്റെ പാർട്ടീഷൻ ഉണ്ട്. സോ that now remain to be done, then all that now remain to be done in take those values. X is equal to 300 and y is equal to 330 and the proportion them on the basis of the agreed percentage to the production department. Thus in production department like അത് allocate ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് overhead of S chargeable to production department, then overhead of S1 is equal to 300. അതിൻ്റെ S2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ 10% ആണ്. സോ 300 10% 30 ഡിഡക്റ്റ് ചെയ്തിട്ട് 270 ആയിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. ദെൻ S2ൻ്റെ കേസിൽ S2 ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയിരുന്ന എക്സ്പെൻസ് 330 ആണ്. 330യുടെ 20% S1ലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ 330യുടെ 20% 66 ആണ്. അത് ഡിഡക്റ്റ് ചെയ്തിട്ട് 264 ആയിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യാം. P1 P2 P3 പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 2000 800 700 ആൻഡ് 500. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 270, then 60 120 and 90. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S2 330 minus 66 264, then allocated 130 to 66 and again 66. Total expense P1 department 992, then P2 886 and P3 656. This method is recommended is more than 2 service department if the data is processed with the computers, and in 2 service department only where the data is പ്രോസസ്ഡ് മാനുവൽ. അപ്പോൾ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളെങ്കിൽ നമ്മൾ സാറിന് മാനുവലായിട്ട് ചെയ്യും. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ അസിസ്റ്റൻസ് മേടിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, താങ്ക് യു.